Media Vision presenting City Gold and Diamonds Mega Family Event and Entrepreneurs Meet. കാസർഗോഡ് ഇന്ന് വരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഫാമിലി ഇവന്റ്. So, Umar Farouk, the Managing Director of Al Farouk Group, അദ്ദേഹമാണ് ഞങ്ങളുടെ ചെയർമാൻ ഓഫ് സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഞങ്ങളുടെ സ്വന്തം അബ്ദുൽ കരീം സാറിൽ നിന്നും ഇവിടെ ഇതാ ഈ ഒരു സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് എത്തുന്നത്. ഇരുവരെയും മുന്നേക്കൊന്ന് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഇതാ ലണ്ടൻ തുടങ്ങി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു 15 long years വലിയൊരു ബിസിനസ് ജേർണിയുമായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ആൻഡ് ക്യാൻ വി ഹാവ് ദി മൊമെന്റോ പ്ലീസ്? ഇവിടെ ഇതാ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഉമർ അൽ ഫാറൂഖിന്റെ അൽ ഫാറൂഖ് അതിവേഗം ഖത്തറിലും സിംഗപ്പൂരിലും വ്യാപിച്ചു കഴിഞ്ഞു. ഫിക്സ് മൈ ഓഫീസ് കോം എന്ന പുത്തൻ സംരംഭത്തിന്റെ UK-യിലെ ആദ്യ പാർട്ണർ ഫ്രാഞ്ചൈസി കൂടിയാണ്. സോ ഈ ഒരു ഗിഫ്റ്റ് ഏറ്റുവാങ്ങാനായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ചെയർമാൻ ഫോർ സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അബ്ദുൽ കരീം സാറാണ് ഇവിടെ ഇതാ ഈ ഒരു സ്നേഹ സമ്മാനം നൽകുന്നത് അദ്ദേഹത്തിന്. സോ ഇവിടെ ഇതാ ഞങ്ങളുടെ സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഇവന്റിൽ ബിസിനസ് എക്സലൻസ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള അവാർഡ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. ഞങ്ങൾക്ക് അറിയാനുള്ളത് സർ, നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് നിൽക്കാം. ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാർന്ന ആശയങ്ങളാണ് താങ്കളുടെ ഓരോ ബിസിനസ് സംരംഭം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു രാജ്യത്ത് കേസ് സ്റ്റഡി നടത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് താങ്കളുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരാൾക്ക് ചേരാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്കും ഭാഗമാകാൻ പറ്റുമോ എന്നാണ് ഞങ്ങളുടെ വളരെ ലളിതമായ ക്വസ്റ്റ്യൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് ഈവനിങ് എവരിവൺ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് തന്നെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആസ് എ ബിസിനസ് എൻ്റർപ്രനറിൻ്റെ രീതിയിൽ ഏറ്റവും ഒരു ശിശു എന്ന് തന്നെ എനിക്ക് എന്നെ പറയാൻ പറ്റും. കാരണം കരീം ഷാ പോലുള്ള ലെജൻസ്, പിന്നെ ഇന്ന് ഇവിടെ വരാത്ത പലരും പോലുള്ള ലെജൻസിൻ്റെ മുമ്പിലൊക്കെ ആസ് എ ബിഗിനർ എന്ന് വേണം ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ എനിക്ക് സൂട്ടാവോ എന്ന് ഞാനിപ്പോൾ ഭയപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പുതിയ കാര്യങ്ങൾ പ്രാപ്തിയാക്കാൻ വേണ്ടിയും പലതരത്തിലുള്ള രാപ്പകൽ ഭേദമന്യേ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇതുപോലുള്ള ഒരു അവസരം, ഇതുപോലുള്ള ഒരു വേദി പങ്കിടുക, ഇതുപോലുള്ള ആൾക്കാരുടെ കൂടെ ഒരു വേദി പങ്കിടുവാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് തന്നെ അൽഹംദുലില്ലാഹ് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്കും സംഘാടകർക്കും ഇതിൻ്റെ എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളായ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു എവരിവൺ. മുമ്പിലോട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കാസർഗോഡിനെ കുറിച്ച് പറയാനോ ഒന്നും തന്നെ, കാരണം എനിക്ക് അത്രക്ക് നേരെ കരീം ഷാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊന്നും പറയാനുള്ള പക്വതയുമില്ല, അറിവില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയുവാനുള്ള ഇൻഷാ അല്ലാഹ് കരീം ഷായുടെ ഒക്കെ പ്രായമാകുമ്പോൾ എൻ്റെ ദുആ തന്നെയാണ് അദ്ദേഹത്തെ പോലെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഇതുപോലുള്ള വേദിയിൽ വീണ്ടും വരണം. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ബിസിനസ്സിൻ്റെ മുമ്പിലോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഫ്യൂച്ചർ പ്ലാൻസ് ഇഫ് ഐ സേ 2009 ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 2009 ദുബൈയിൽ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ്, ഒരു IT സപ്പോർട്ട് കമ്പനിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് അൽഹംദുലില്ലാഹ് ഇപ്പോൾ പോയിട്ട് ഖത്തർ, സിംഗപ്പൂർ, ഇപ്പോൾ ലണ്ടനിലൊരു ജസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് മുമ്പിലോട്ടുള്ള എൻ്റെ നേരത്തെ നമ്മുടെ മീര ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ്, എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ലാസ്റ്റ് വീക്ക് ഓസ്ട്രേലിയയിൽ പോയിരുന്നു. അതുപോലെ തന്നെ ഏകദേശം പല രാജ്യങ്ങളും ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫിക്സ് മൈ ഓഫീസ് എന്നൊരു കൺസെപ്റ്റ് മുമ്പിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഫിക്സ് മൈ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു IT സപ്പോർട്ട് കമ്പനിയാണ് മെയിൻലി. അതിൻ്റെ ബേസ് ഞാനിവിടെ കാസർഗോഡ് വെച്ചിരിക്കുകയാണ്. കാരണം കാസർഗോഡ് ഇപ്പോൾ കോഴിക്കോട്, കൊച്ചി, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിലെല്ലാം IT മേഖല വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് വളരെയധികം വളരെ വലിയ വലിയ രീതിയിലുള്ള ബിസിനസ് ടൈക്കൂൺസ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ പല രാജ്യങ്ങളിലുണ്ട്. അവർ കാസർഗോഡിനെ വളരെയധികം സ്നേഹിക്കുന്നവർ കൂടിയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ലാസ്റ്റ് വീക്ക് ഞാൻ ഓസ്ട്രേലിയ ഉണ്ടായ സമയത്ത് കീഴൂരിലെ നിറാർച്ച ജാക്ക് ചെമ്പിരിക്ക എന്ന് പറയുന്ന വ്യക്തി എന്നോട് ഏകദേശം ഒരു 6 to 8 hours എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹം ഒരു OC സിറ്റിസൺ ആണ്, ബട്ട് ഫ്രം ചെമ്പിരിക്ക.
അദ്ദേഹം പറഞ്ഞത് കാസർഗോഡിനെ കുറിച്ചും അതിന്റെ വികസനത്തെ കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. ഇപ്പോൾ കരീം ഷാ പറഞ്ഞ പോലെ. അപ്പൊ കാസർഗോഡുകാരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കാസർഗോഡിനെ എങ്ങനെ വികസിപ്പിക്കാം, എന്തൊക്കെ വികസനത്തിന് വേണ്ടി ചെയ്യാം എന്നുള്ള ഒരു ഇത് തന്നെയാണ് ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് IT മേഖലയില് കാസർഗോഡ് നിന്ന് വലിയ രീതിയിലുള്ള സംഭാവനകൾ ഇതുവരെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പലതരത്തിലുള്ള ചെയ്തിട്ടുണ്ട്. IT മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ബിസിനസ് എന്ത് തന്നെ ആയാലും, വാട്ട് എവർ ദ ബിസിനസ് ഈസ്, വി ഹാവ് ടു ബി ഇൻ IT ഫീൽഡ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും മീരയ്ക്ക് അറിയുമെന്ന് അറിയില്ല, മുഹമ്മദ് അലി അബ്ബാറിനെ കുറിച്ച് അറിയാവോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, മുഹമ്മദ് അലി അബ്ബാർ എന്ന് പറഞ്ഞാൽ ഇമാർ പ്രോപ്പർട്ടീസ് UAE-യിലെ, നോട്ട് ഓൺലി ഇൻ UAE, വേൾഡിൽ തന്നെ ഫസ്റ്റ് 10 പ്രോപ്പർട്ടീസ് ഡെവലപ്മെന്റ് ഗ്രൂപ്പിന്റെ ഓണറാണ് മുഹമ്മദ് അലി അബ്ബാർ. ഈസിയായി പറഞ്ഞാൽ നമ്മുടെ ദുബൈ മാൾ, ഇവിടുത്തെ 100% ആൾക്കാർക്കും ദുബൈ മാൾ അറിയാം. അതിന്റെ ഓണറാണ് മുഹമ്മദ് അലി അബ്ബാർ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ കാരണം, അദ്ദേഹത്തിന് ഇത്ര വലിയ ബിസിനസ് വെഞ്ചേഴ്സ് ഉണ്ട്. ബട്ട് ലാസ്റ്റത്തെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല്, ഞാൻ ദുബൈ മാൾ തുടങ്ങി, ഐ ഇൻവെസ്റ്റഡ് എ ലോട്ട്, എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ദുബൈ മാളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ എന്താണോ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അതിന്റെ എത്രയോ ഇരട്ടി ഞങ്ങൾക്ക് അതിൽ ഗ്രോത്ത് കണ്ടിട്ടുണ്ട്. ആൻഡ് ഈ എല്ലാ വർഷവും ഞങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 5% ആണ്. ദാറ്റ്സ് എ ഹ്യൂജ് ഗ്രോത്ത്, ബട്ട് 5% ആണ്. അദ്ദേഹം തന്നെ ഇപ്പം ദുബൈയിലോ അല്ലെങ്കിൽ UAE-യിലുള്ള പലർക്കറിയാം, noon.com എന്നുള്ള ഒരു സംരംഭം പലർക്കും അറിയാം. ആ noon.com എന്ന് പറയുന്നത് e-commerce വെബ്സൈറ്റ് ആണ്. ഇത്ര വലിയ ലോകത്തിൽ തന്നെ 10th നമ്പേഴ്സിലുള്ള മുഹമ്മദ് അലി അബ്ബാർ എന്ന പോലുള്ള ബിസിനസ് ടൈക്കൂൺ, വൈ ഹി കെയിം ടു